സൂപ്പറായിരുന്നു, ഇഷ്ടപ്പെട്ടു. ഓ ഡാം ക്യൂട്ട്, സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ടോ? സൂപ്പർ പടം അടിച്ചു കയറും, മോളും അടിച്ചു കയറട്ടെ കേട്ടോ. എല്ലാവിധ ആശംസകളും. ഇഷ്ടപ്പെട്ടോ? ഫസ്റ്റ് ഹാഫ് എടുക്കുന്ന പ്രശ്നം അറിയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇതുവരെ ഇഷ്ടപ്പെട്ടു. മോശമൊന്നും പറയാനില്ല. ഇല്ല. എങ്ങനെയുണ്ട് ആക്ഷൻ രംഗങ്ങൾ, കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ആക്ഷൻ രംഗങ്ങളൊക്കെ ഉണ്ടോ ഫസ്റ്റ് ഹാഫിൽ? അത് നല്ല സബ്ടൈറ്റിൽ ഉണ്ടെങ്കിൽ ശരിക്കും മനസ്സിലാവും. നല്ലൊരു ഫിലിമാണ്. മണിയ നായകൻ പോലെ നല്ല മൂവിയാണ്. എങ്ങനെ ചിമ്പു എങ്ങനെയുണ്ട്? നന്നായി ചെയ്തിട്ടുണ്ട്. കമലഹാസൻ സാറോ? പഴയ കമലഹാസനെ കാണാൻ പറ്റും. പഴയ കമലഹാസനെ കാണാൻ സാധിക്കും അല്ലേ? അപ്പോൾ മൊത്തത്തിൽ കൊള്ളാം. ബാക്കി നല്ല ഡയറക്ഷനാണ്, എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. നല്ല മൂവി. സബ്ടൈറ്റിൽ നോക്കി കാണും. സബ്ടൈറ്റിൽ നോക്കി കാണണം അല്ലേ? എന്താ അങ്ങനെ? കുറേ കോൺവെർസേഷൻ കുറേ ഉണ്ട് സംസാരം. അല്ല, തമിഴ് അറിയില്ലാത്തവർക്ക് സബ്ടൈറ്റിൽ കാണും. ഇന്ത്യൻ 2 അല്ല കേട്ടോ എന്തായാലും പടം. നമുക്ക് പ്രേക്ഷകർക്ക് ധൈര്യമായിട്ട് വരാം. ഇന്ത്യൻ 2 അല്ല, കാരണം ഇന്ത്യൻ 2-നെ അപേക്ഷിച്ചാണ് ഈ തഗ് ലൈഫിന് ആദ്യം ബുക്കിംഗ് കുറഞ്ഞത്. ഇപ്പോൾ ഇന്ത്യൻ 2-ന് പോയിട്ടുള്ള ഒരുപാട് അബദ്ധങ്ങൾ പ്രേക്ഷകർക്കുണ്ട്. പക്ഷേ എന്തായാലും ഇന്ത്യൻ 2 അല്ല, ഇതിനകത്ത് മേക്ക് ചെയ്തിട്ടുള്ള രീതിയൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടും. ഒരു വിക്രം ടച്ച് ഉണ്ട് സിനിമയ്ക്ക് എന്തായാലും. പിന്നെ കമലഹാസൻ എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രായമൊക്കെ ഇല്ലേ, നമ്മൾ ആ ഒരു ബഹുമാനം ഒരു ആക്ടറിന് കൊടുക്കണ്ടേ? ഒരുപാട് പേര് നെഗറ്റീവ് റിവ്യൂസ് പറയുന്നുണ്ട്. നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞോട്ടെ, അതിനിപ്പോൾ എന്താ കുഴപ്പം? നെഗറ്റീവ് പറഞ്ഞോട്ടെ, അവരെ ഒപ്പീനിയനാണ് പറയുന്നത്. പക്ഷേ എന്ന് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം മാത്രം സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഫസ്റ്റ് ഹാഫിൽ ആക്ഷനും അതുപോലെ തന്നെ കഥ പറച്ചിലും എല്ലാം ഒരുമിച്ച് പോകുന്നു. എല്ലാം മിക്സിംഗ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, തുടക്കം തന്നെ നമുക്ക് അതിനകത്ത് മനസ്സിലാവുന്നുണ്ട് വില്ലൻ ആരാണ്, എല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ സിനിമ പറഞ്ഞു പോയാൽ എന്താണ് തെറ്റ്? ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ സെക്കൻഡ് ഹാഫ് എങ്ങനെയുണ്ട്? സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കണ്ടിരിക്കാം. അതാണ് പ്രധാനപ്പെട്ട ഒരു സ്റ്റണ്ട് രംഗം ഉണ്ടല്ലോ നമ്മുടെ ടീസറിലും ട്രെയിലറിലൊക്കെ വന്നത്, അതെങ്ങനെയുണ്ട്? അത് ഇഷ്ടപ്പെട്ടു. ചിമ്പുവും കമലഹാസനായിട്ടുള്ള സ്റ്റണ്ട് ഉണ്ട്, നല്ല രസമുണ്ട്, അടിപൊളിയാണ്. ഒരു രക്ഷയില്ല, രണ്ടുപേരും അങ്ങടി കട്ടയാണ്. റഹ്മാന്റെ BGM എങ്ങനെയുണ്ട്? മ്യൂസിക് ഞാൻ പറഞ്ഞില്ല, ഒരു പുതുമയുള്ള ഒരു മ്യൂസിക്കാണ് ഇത്. ഞാൻ പറഞ്ഞില്ലേ, മിക്സ്ഡ് റിവ്യൂ പറയുന്നതിൻ്റെ ഒരു കാര്യം ഇതാണ്. നമ്മളിപ്പോൾ ഈ അടുത്ത് ഞാൻ പറഞ്ഞ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ ഞാൻ ഹിറ്റാവുമെന്ന് പറഞ്ഞ സിനിമയാണ്, അത് ഹിറ്റായി. വേറൊരാൾ പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ടില്ല, ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. അത് അയാളെ ഒപ്പീനിയനാണ്. പ്രേക്ഷകരെല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? തിയേറ്ററിൽ ഓടിയില്ലേ പടം? സൂപ്പർ ഹിറ്റ് ആയില്ലേ? സാമ്പത്തിക നേട്ടം ഉണ്ടായില്ലേ? ഇത് നമ്മൾ പ്രേക്ഷകരെ മനസ്സിലാക്കും. നമ്മൾ റിവ്യൂ പറയുന്ന ഒരാളാണോ നിങ്ങൾ? എൻ്റെ അഭിപ്രായം എനിക്കിഷ്ടപ്പെട്ടു, എൻ്റെ അഭിപ്രായമാണ്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ മറ്റുള്ളവർ കണ്ടിട്ട് അവർ തീരുമാനിക്കട്ടെ എന്താണെന്നുള്ളത്. അപ്പം നെഗറ്റീവും പറയാം, പോസിറ്റീവും പറയാം. പക്ഷേ നമ്മൾ പ്രേക്ഷകരെ കൂടെ മനസ്സിലാക്കി വേണം ഒരു സിനിമയെക്കുറിച്ച് പറയാൻ. പ്രേക്ഷകർ ഇത് കണ്ട് എത്രയോ സിനിമകൾ നമ്മൾ പറഞ്ഞ നല്ല സിനിമകളെന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോയിട്ടുണ്ട്. ഉള്ളിലെന്ന് പറഞ്ഞ സിനിമകൾ 1 ഹിറ്റായിട്ടുണ്ട്, ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, ഇപ്പം മെയിൻ യൂട്യൂബർ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നമുക്കറിയാം. സിനിമകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ സിനിമകൾ ഹിറ്റാവുമെന്ന് പറഞ്ഞ സിനിമ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ സിനിമ ഹിറ്റായി. ഇത് പലരുടെയും താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സിനിമയെ അവഹേളിക്കാതിരിക്കുക. കോടികൾ മുടക്കിയെടുക്കുന്ന ഒരു സിനിമയല്ലേ, വെറുതെ നെഗറ്റീവ് അടിച്ച സിനിമയെ നശിപ്പിക്കല്ലേ. കാണുന്നവർ കാണട്ടെ, നമ്മളെ അഭിപ്രായം പറയുക എന്നുള്ള മാത്രമേ ഉള്ളൂ. പക്ഷേ ട്രോളാതിരുന്നാൽ മാത്രം മതി. കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വന്നിരുന്ന് ഒരിക്കലും ട്രോളാതിരിക്കുക. പിന്നെ ഈ പരിപാടി ഇതിൻ്റെ സിനിമയിൽ ഈ ട്രെയിലറിൽ കാണിക്കുന്ന ഡിബേറ്റ് ചെയ്തൊന്നും സിനിമയിലില്ല. പിന്നെ സ്ക്രിപ്റ്റ് ആവശ്യത്തിന് വയലൻസേ ഉള്ളൂ, ഭയങ്കര വയലൻസ് ഒന്നുമില്ല. കമലഹാസൻ ഈ പ്രായത്തിൽ നന്നായിട്ട് ആക്ഷൻ ചെയ്തിട്ടുണ്ട്. ഒരു ത്രൂ ഔട്ട് കമലഹാസൻ പെർഫോമൻസാണ്. ജോർജ് കാഞ്ഞിരപ്പള്ളി 10 വർഷം കാണാൻ ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് റോളാണ്. പിന്നെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്, എല്ലാം കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ അഭിപ്രായം എനിക്ക് പറയാൻ പറ്റും. ലാഗ് തോന്നും ബിക്കോസ് തമിഴ് മനസ്സിലാക്കാം, കാരണം ഒരുപാട് കോൺവെർസേഷൻസ് ഉണ്ട്, അത് തമിഴ് മനസ്സിലാത്തതുകൊണ്ടായി. സൂപ്പർ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. എവറേജ് ആണോ അതോ കൊള്ളാം? ഫസ്റ്റ് സൂപ്പർ. കൊള്ളാം.